അപ്പോൾ ആ നിയമം അനുസരിച്ചാണ് ക്ഷേത്ര സമുച്ചയങ്ങൾ ഉൾപ്പെടെ എല്ലാം ഭാരതത്തിലെ ഓരോ ആരാധനാലയങ്ങളിലും കേന്ദ്രീകൃതമായിരിക്കുന്ന വ്യവസ്ഥ, അതായത് വ്യവസ്ഥ ആചാര്യന്മാർ നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥയും പ്രകാരമാണ് ഓരോ ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നത്. നമ്മൾ ആചാര്യവർണ്ണത്തിൻ്റെ അന്ന് ദൈവജ്ഞൻ ജോത്സ്യനൊരു കാര്യം പറയുകയുണ്ടായി. ആചാര്യൻ്റെ തപസ്, ആംനായ ജപങ്ങൾ, നിയമം, അങ്ങനെ കുറേ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ക്ഷേത്ര സമുച്ചയം. ക്ഷേത്രം ആർക്കും ഇതിനെ മൂടുന്നത് പോലെ അല്ലേ, ഒരു ചില അജ്ഞതകളും അവിവേകങ്ങളും നമ്മളെ വന്ന് മൂടാം. അറിവില്ലായ്മ നമുക്ക് വരാം, കൈപ്പിഴകൾ വരാം. മർത്യന് കൈപ്പിഴ ആ തെറ്റിൽ ഒരു പശ്ചാത്താപം നമുക്ക് വേണ്ടേ? പിന്നെ പ്രായശ്ചിത്തം വേണം. 4ാമത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനം, ആവർത്തിക്കാതിരിക്കണം അല്ലേ? അതേമാതിരി ക്ഷേത്ര സങ്കേതത്തിലും അങ്ങനെ തന്നെ നമ്മൾ വേണം. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് വിഷമമില്ല, പക്ഷേ അബദ്ധം പറ്റിയാൽ അതിന് പ്രായശ്ചിത്തം നമ്മൾ ഓരോരുത്തരും ചെയ്യുവാനായിട്ട് ശ്രമിക്കണം എന്നല്ല, ചെയ്യണം. ശ്രമമല്ല വേണ്ടത്, ചെയ്യണം എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ ക്ഷേത്ര സങ്കേതം പൂർണ്ണമായിട്ട് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് വരിക. അങ്ങനെ നമ്മളെയൊക്കെ, അതായത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഈ ദേശത്തിനെയും മുഴുവൻ കാത്തു രക്ഷിക്കേണ്ടുന്നതായ ഒരു ദേവചൈതന്യം എത്രയും പുഷ്ടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രയോജനം? ഈ നാട് തന്നെ മാറിപ്പോകും. അതായത് എത്ര കണ്ട് മാറ്റങ്ങൾ വരും, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ വരും. ആ കാലോചിതമായ മാറ്റങ്ങൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമ്മൾ കൊണ്ടു നടക്കും. അപ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് അനുഭവപ്പെടുക അല്ലേ? അതിന് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണത്. ഒരു മതമാത്സര്യങ്ങളൊന്നുമില്ലാതെ ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജാവ് ഭഗവതിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. അതിപ്പോൾ എല്ലാവർക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് ചുമതലയെടുക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയാണല്ലോ നമ്മളൊരു ഏത് സ്ഥലങ്ങളിലാണെങ്കിലും നമുക്കിപ്പോൾ എല്ലാവർക്കും പ്രധാനമന്ത്രിയാവാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊക്കെ സമ്മതനായിട്ടുള്ള അല്ല സമ്മതന്മാരായിട്ടുള്ള ആൾക്കാർ ആ ക്ഷേത്ര ഭരണസമിതിയിലേക്ക് വരികയും അവരും നമ്മളും കൂടി മുന്നോട്ട് നിന്ന് ഈ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും മതമാത്സര്യങ്ങളൊന്നുമില്ലാതെ ഐക്യമായിട്ട് നിന്നുകൊണ്ട് ഈ ക്ഷേത്രകാര്യത്തിന് പൂർണ്ണമായിട്ട് ഇതെൻ്റേതാണ്, ഭഗവതി എൻ്റേതാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്യുന്നത് ഈ നാടിന് മുഴുവൻ കുഴപ്പമാണ് എന്നുള്ള മനോഭാവത്തോടു കൂടി തെറ്റ് ചെയ്യാതിരിക്കുകയും പുഷ്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ക്ഷേത്രം നിലനിൽക്കുന്നത് ആചാരനിബദ്ധമാണ്, അനുഷ്ഠാന നിബദ്ധമാണ്. അത് മാത്രം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ദേവനാണ്, ഭഗവതിയാണ് വലുത്. ഇവിടെ ഞാൻ എന്ന് പറയുന്ന അവസ്ഥകളില്ല, ഈഗോ ഇല്ല, മതമാത്സര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ ദേവിക്ക്. എന്താ? എല്ലാവരും തുല്യരാണ്, എൻ്റെ ഭക്തന്മാരാണ് എന്നാണ് ഭഗവതിയുടെ നിലപാട്. ആഹാ, ഇയാളെ വലിയൊരു എഞ്ചിനീയറാണ്, ഇനി വന്നേ നിനക്ക് ഇച്ചിരി അനുഗ്രഹം കൂടുതൽ വരാമെന്ന് ഏതെങ്കിലും ദേവന്മാർ പറയുമോ? ഇയാളൊരു ഒരു കൂലിപ്പണിക്കാരനാണ്, എന്നാൽ കുറച്ച് മതി, അങ്ങനെയൊന്നും പറയാം. ഇപ്പോൾ അയാൾ പറയണതായിരിക്കും കൂടുതൽ ഭഗവതി കേൾക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു വേർതിരിവുകളും ഭഗവതിക്കില്ല. അപ്പോൾ നമുക്കെന്ത് വേണം? നമ്മളിലും അത് പാടില്ല. നമ്മളിലും ആ ഒരു വിഷയമേ പാടില്ല. നമ്മളെല്ലാം ഈ ഒറ്റ ഒരു കുടക്കീഴിൽ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്. ഒരേ ദേശത്തുള്ള അല്ലെങ്കിൽ പല ദേശത്താണെങ്കിലും ഒരേ കുടക്കീഴിലുള്ള ആൾക്കാരാണ്. നമ്മുടെയൊക്കെ രാജാവാണ് ഭഗവതി. ആ കാഴ്ചപ്പാടിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പോവുക വഴി എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളുണ്ടാവും. അതാണ് പ്രധാനമായിട്ട് പ്രഥമമായിട്ട് പറയുവാനുള്ളത്.
ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മാത്രമേ നമ്മൾ പോകാവൂ. നമ്മൾ നിത്യവും ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് 2 നേരവും അല്ലേ. പിന്നെ എല്ലാ മലയാള മാസത്തിലെയും പൂയം നക്ഷത്രത്തിന് രാവിലെയും വൈകിട്ടും പൂജയുണ്ട്. ആ പൂജയിൽ നിവേദ്യത്തിന് അളവ് പോരാ എന്ന ഭഗവതി പറയുകയുണ്ടായി. അതും പ്രകാരം നമ്മൾ അളവ് വർദ്ധിപ്പിച്ച് ഇപ്പം നാഴിയാണ് എടുക്കുന്നത് എന്ന് കണ്ടു, അത് 2 നാഴിയാക്കുക. അങ്ങനെ നിവേദ്യത്തിൻ്റെ അളവുകളിലും ഒക്കെ കൂട്ടിയിട്ട് പൂജാതി കാര്യങ്ങൾ രാവിലെയും വൈകിട്ടുമായിട്ട് നടത്തുക. രാവിലെ പിന്നെ അഭിഷേകം മധുരനൈവേദ്യം കഴിഞ്ഞിട്ട് പായസവും പാൽപ്പായസവും ഒക്കെ ഉള്ള നിവേദ്യം എല്ലാം ഉണ്ടാവും, മധുരമൊക്കെ ഉണ്ടാവും. അതെല്ലാം വെച്ച് പൂജ. നമ്മുടെ ഈ 2 ദിവസം നമ്മുടെ ഈ ഉത്സവം നടത്തുന്നത്, അതായത് പുണർതം പോയും ഈ 2 ദിവസം. അപ്പൊ മുമ്പിലത്തെ ദിവസം ഒരു ദിവസം കൂടെ കൂട്ടിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ 3 ദിവസം ആക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് പഠിത്തരത്തില്ല വ്യവസ്ഥയുടെ എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ചെയ്യാം. പക്ഷേ നാളെ ഒരു കാലത്ത് ഇത് മാറ്റണം എന്ന് പറയരുത്. അതുപോലെ സത്യം പറഞ്ഞത് മതി. 2 ദിവസം ഭാഗവത പാരായണത്തിന് കാലിന് സുഖമില്ലാത്ത ആളിന് കസേരപ്പുറത്തോട്ട് വായിക്കാവും. അങ്ങനെ ചോദിക്കരുത്, അതിന് മറുപടി ഞാൻ പറയാം. അത് നമ്മൾ നിശ്ചയിച്ചോളുക. അതെന്തുകൊണ്ടാ വെച്ചാൽ നിയമം പായയിൽ അല്ലെങ്കിൽ പലകയിലൊക്കെ ഇരുന്ന് വായിക്കണം എന്നുള്ളതാണ് നിയമം പറയുക. പിന്നെ മറ്റേതൊക്കെ ഓപ്ഷണലി വരുന്നതാണ്. ഇവിടെ ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവതി ക്ഷമിക്കണം. നമ്മളാരും ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും പിന്നെ ക്ഷമിക്കേണ്ട ആളകത്തുള്ള ആളാണ്. അപ്പോൾ അവർ ക്ഷമിച്ചാലും ഒക്കെ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് കൊടുക്കും. അപ്പോൾ ഈ പുണർതത്തിന് രാവിലെ പതിവ് പോലെ തന്നെ ആദ്യം ഒരു ഗണപതി ഹോമം വേണം. പിന്നെ നട തുറന്ന അഭിഷേകവും നിവേദ്യങ്ങളെല്ലാം പതിവ് പോലെയുള്ള നിവേദ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ വൈകുന്നേരം ദീപാരാധനയോടനുബന്ധിച്ച് ചന്ദ്രപ്പൊങ്കാലം പുണർതത്തിൻ്റെ അന്ന്. പിന്നെ അതൊക്കെ ആവാം. അതൊക്കെ ഉള്ളതുപോലെ തന്നെ തുടരണം. പിന്നെ പൂയത്തിൻ്റെ അന്ന് രാവിലെ നട തുറന്ന് അഭിഷേകം മധുരനൈവേദ്യം എല്ലാം കഴിഞ്ഞാൽ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് അഷ്ടദേവി ഗണപതി ഹോമം, അതിനുശേഷം ഭഗവതിക്ക് കലശപൂജ. ഇതേപോലെ പിന്നെ 25 കലശവും പഞ്ചഗവ്യവും പിന്നെ ഉപദേവന്മാർക്ക്, അതായത് യോഗീശ്വര സ്വാമിക്കും ബ്രഹ്മരക്ഷസിനും കലശവും സർപ്പദേവതമാർക്ക് 100 പാലും. ഇത്രയാണ് നമുക്ക് നിലവിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ. വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് നടയടക്കില്. അത് പിന്നെ സമയം സൗകര്യം നമുക്ക് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതിനതൊന്നും നോക്കേണ്ടതില്ല. ഉച്ചക്ക് ഇതുണ്ടോ, മറ്റേ അന്നദാനമൊക്കെ ഇല്ല. അന്നദാനമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ എല്ലാ വർഷവും പതിവുള്ളതുപോലെ തന്നെ ഓരോ വർഷവും കൂടുതൽ ഗംഭീരമാക്കിക്കൊണ്ട് ഈ ഘോഷയാത്ര മഹോത്സവം, താലപ്പൊലി മഹോത്സവം എന്ന് വേണം. അമ്മമാരും എല്ലാവരും താലപ്പൊലിയൊക്കെ ആയിട്ടും ഇവിടുന്ന് നമ്മൾ ജീവിതയിലല്ലേ പോകണം. എവിടെ അമ്പലത്തിൽ നിന്ന് അവിടെ വരും. അപ്പൊ ആ പോകുന്ന റൂട്ടിലും ഇതിനകത്തൊന്നും ഭഗവതിക്ക് അതൃപ്തിയില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ പ്രശ്നത്തിനകത്ത് കണ്ടത്. ഇപ്പൊ എന്താണോ ഈ ഘോഷയാത്ര അല്ലെങ്കിൽ ഈ താലപ്പൊലി മഹോത്സവത്തിന് നടക്കുന്നത്, അതേമാതിരി തന്നെ ഒരു 3 മണി കഴിയുമ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് ഊരുവലം, ഭാഷ എങ്ങനെയാണ്, ഊരുവലം ഒക്കെ വെച്ച് നമ്മുടെ ദേശദേവന്റെ അടുത്ത് ചെന്ന്, അതായത് ഇരുവ ക്ഷേത്രത്തിൽ ചെന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വളരെ ഗംഭീരമായിട്ട് അവിടുന്ന് കുറെ കൂടെ താളവേള, അതെ അതെ, ശംഖ പടല താളോരി ഭേരി രംഗശൃംഗോടമരടമരുദ്ധി പ്രവീണ എന്നൊക്കെ നിയമം പറയുന്നുണ്ട് കേട്ടോ. അതേമാതിരി വേണമെന്നാ പറയുക. അനവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഭഗവതിയുടെ പ്രകീർത്തനങ്ങളൊക്കെ നടത്തി വാദ്യഘോഷങ്ങളും താലപ്പൊലി ഇത്യാദികളോടുകൂടിയിട്ടൊക്കെ എഴുന്നള്ളിച്ച് ഇവിടെ ഒരു ദീപാരാധന സമയത്ത് എത്തിച്ചേർന്ന് ഇവിടെ ഭഗവതിയുടെ ചൈതന്യകത്തേക്ക് വിലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയും നടത്തി നടയടയ്ക്കുക. അതിന് സമയമൊന്നും കണക്കാക്കേണ്ടതില്ല. ഇത് കഴിഞ്ഞ് അത്താഴപൂജ കഴിഞ്ഞിട്ട് എന്തെന്ന പരിപാടിയാ? മിക്കവാറും
അതൊക്കെ ആവാം. ക്ഷേത്രകലകളുമായിട്ട് ബന്ധപ്പെട്ട കുത്തിയോട്ടം ഇതൊക്കെയാണ്. അതൊക്കെ ആവാം. അതിനൊന്നും വിരോധമൊന്നുമില്ല. അതൊക്കെ ക്ഷേത്ര ആചാരങ്ങളിൽപ്പെട്ടതാണ്, ആ അനുഷ്ഠാന കലകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതൊക്കെ നടത്താം. ഈ ഗാനമേള ചെറിയ കുട്ടികളുടെ ഡാൻസൊക്കെ നന്നായി. സർപ്പം തുള്ളത് നടത്തണമെന്ന് സർപ്പം ബലിയാണ്. പറയാം. അപ്പം ഇതാണ് പടിത്തര വ്യവസ്ഥയിൽ നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പം ഞാനീ വളരെ ഷോർട്ടായിട്ടേ പറയുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അത്രയും കാലം ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പൂജ തുടങ്ങുകയാണ്. ഇപ്പൊ ഗണപതി ഹോമം തുടങ്ങുന്നു. ഗണപതി ഹോമം തുടങ്ങുന്നതിന് മുമ്പേ മൈക്കിൽ കൂടെ പറയും, ഇന്ന പൂജയാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇന്ന രീതിയിലാണ് ഇത് പ്രാർത്ഥിച്ചിരിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം പറയും. പൂജ കഴിഞ്ഞാൽ ഇന്ന പൂജയാണ് കഴിഞ്ഞതെന്നും അടുത്തത് ഇന്നതാണെന്നും പറയും. അതിന്റെ പ്രാധാന്യം, അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് പറയും. ഇതിനു മുൻപേ, പരിഹാര ക്രിയാഭാഗങ്ങൾക്ക് മുൻപേ ഒരു ദിവസം ഇതേമാതിരി ഒരു പൊതുയോഗം എല്ലാവരെയും വിളിക്കണം. അതൊരു ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും വലിയ വിഷമമില്ലാന്ന് തോന്നുന്നു. പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് വരാം. അന്നത്തെ ദിവസം ഞാൻ വരും. വന്നിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു തരും. ഈ പരിഹാര ക്രിയാഭാഗങ്ങളെക്കുറിച്ചും സർപ്പബലി നടത്തേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെ നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. കാരണം ഇനി 5-6 മാസം ഉള്ളതുകൊണ്ട് ആരും ഓർത്തിരിക്കില്ല. അപ്പോഴേ പോയി ചെവിക്ക് 2 ഹോളുള്ള അപകടം ഒന്ന് പോകും. രാവിലെ കഴിച്ചത് എന്താണെന്നുള്ളത് ചിലപ്പോൾ മറക്കും. അപ്പോൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിൻ്റെ ഒരാഴ്ച മുമ്പെയോ 2 ആഴ്ച മുമ്പെയോ ഒരു പൊതുയോഗം ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാം. പരിഹാര ക്രിയാവേളയിലും ഓരോന്ന് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം 3 ദിവസത്തെ പരിഹാര ക്രിയാഭാഗങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ പുണർവത്തിൻ്റെ പൂജ, അതിനുശേഷം പൂജ, അതായത് വാർഷികം. അപ്പോൾ 5 ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഈ വർഷം ഉണ്ടാവുക. അടുത്ത കാര്യങ്ങൾ അതിൻ്റെ അടുത്ത വർഷം 10 ഉണ്ടാവുള്ളൂ. കൂട്ടണമെങ്കിൽ അന്ന് കൂട്ടാം, അത്രയാണ്. അതെ, ഇതാണ് നിലവിലെ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഈ മതിൽക്കകത്തെ, ഇതിപ്പോൾ ക്ഷേത്ര സങ്കേതമാണ്. അപ്പോൾ ഈ മതിൽക്കകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു ആചാര അനുഷ്ഠാന മര്യാദകൾ പാലിക്കുവാനുണ്ട്, അല്ലേ? ഇപ്പോൾ കോടതിയിലേക്ക് കയറുമ്പോൾ കോടതിയുടെ നിയമങ്ങളുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അതിന് നിയമമുണ്ട്, ഒരു വില്ലേജ് കയറിയാൽ അതിന് നിയമമുണ്ട്. നമ്മളൊരു വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഷൂ നമ്മൾ കയറുമോ? എല്ലാത്തിനും ഒരു നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥയിൻ പ്രകാരമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേമാതിരി തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത് കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരുവാനായിട്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാല് കഴുകി കയറുവാനുള്ള വ്യവസ്ഥ ചെയ്യണം. അതിനൊരു പൈപ്പ് സംഘടിപ്പിച്ച് വയ്ക്കുകയോ ഉണ്ടല്ലോ. കാലൊക്കെ കഴുകി ശുദ്ധമായിട്ട് വേണം നമ്മൾ അകത്തേക്ക് കിടക്കാൻ. അകത്തേക്ക് കിടക്കുന്ന സമയത്ത് ഭഗവതിയുടെ സങ്കേതത്തിലേക്ക് കടക്കുകയാണ് എന്ന് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുതിട്ട് വേണം അകത്തേക്ക് കടക്കുവാൻ. ഇനി തൊഴുതാൻ ചില പ്രായമായവർക്കൊന്നും ചിലപ്പം സാധിച്ചു എന്ന് വരില്ല. മനസ്സുകൊണ്ടെങ്കിലും ചെയ്യണം എന്നാണ് പറയുക. മനസ്സുകൊണ്ടെങ്കിലും ഭഗവതിക്ക്, കാര്യം അവിടെ ഭഗവതിയുടെ പാദമാണെന്നാ സങ്കല്പം. അപ്പം അവിടുന്ന് തൊഴുത് അകത്തേക്ക് കടന്ന, അതായത് ഈ പ്രദക്ഷിണമായിട്ട് വേണമെന്ന് പറയും, ക്ലോക്ക് വൈസിൽ അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് തൊഴുത് ഭഗവതിയെ ആദ്യം കാണുക, തൊഴുക. ആദ്യം നമ്മുടെ ആവശ്യങ്ങളൊന്നും പറയുകയല്ല വേണ്ടത്. ആദ്യം നമ്മൾ ദേവിയെ കാണുക, മനസ്സുകൊണ്ട് അകക്കണ്ണുകൊണ്ട് ഭഗവതിയെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് നേരെ ബ്രഹ്മരക്ഷസിൻ്റെ അവിടെ ചെന്ന് അവിടെയും തൊഴുത് ബ്രഹ്മരക്ഷസ് ദേവനോടും പ്രാർത്ഥിച്ച് സർപ്പദേവതകളോടും പ്രാർത്ഥിച്ച് പിന്നെ പുറകുവശം വഴി വേണം വരാൻ. പുറകു വഴി നേരെ വന്ന് അവിടെ യോഗീശ്വര സ്വാമിയെയും കണ്ട് തൊഴുത് ഇവിടുത്തെ ഈ ക്ഷേത്രമുണ്ടാവാനും ഈ നിങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിപ്പിക്കുവാനുള്ള കാരണക്കാരനാരാ? ഭഗവതിയാണ്, യോഗീശ്വര സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉപാസനാബലം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു ക്ഷേത്രം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ വണങ്ങാതെ, അദ്ദേഹത്തിനൊരു കാര്യം ചെയ്യാതെ ഇവിടെ വേറെ ഒന്നും പാടില്ല. അപ്പോൾ
അദ്ദേഹത്തിനോട് അനുവാദം വാങ്ങി പ്രാർത്ഥിച്ച് എന്നിട്ട് ഇവിടെ വന്ന് ഭഗവതിയോട് നമ്മുടെ ആവശ്യം എന്താണോ കാര്യങ്ങൾ ഉണർത്തണം. നമ്മുടെ അത് ധാർമ്മികമാണെങ്കിൽ ഭഗവതി നടത്തിത്തരും. ധാർമ്മികമല്ല എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കൂ, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഭഗവതിക്ക് ശക്തി ഇല്ല എന്നല്ല പറയേണ്ടത്. നമ്മുടെ ആവശ്യം ധാർമ്മികമാണ് അല്ല നമ്മുടെ നടപ്പാക്കി തരില്ല ഭഗവതി. ഒന്നും തോന്നരുത് അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെ നടപ്പാക്കി തന്നില്ലെങ്കിൽ നമ്മളെന്താ സുതയെ പറയുക? പണ്ട് ഒരാൾ അവിടെ ഇല്ലത്തൊരാൾ വന്നിട്ടേ ഇല്ലത്തൊരാൾ വന്നു, ആ അമ്മയുടെ മകളുടെ കല്യാണം നടക്കുന്നില്ല. പലതും വന്ന് അങ്ങനെ തെന്നിപ്പോയി. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് സമയം ചോദിച്ചപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞു. എൻ്റെ സമയം ജാതകത്തിലെ നിയമം സമയമുണ്ട്. അമ്മയ്ക്ക് പറ്റില്ല, കല്യാണം നടത്തിച്ചേ പറ്റും. ആറന്മുള പോയി വഴിപാട് കഴിച്ചു, അവിടെ കഴിച്ചു, ഇവിടെ കഴിച്ചു, ഒക്കെ കഴിച്ചു. എന്നിട്ട് പറഞ്ഞു ആറന്മുള ഭഗവാനും ശക്തിയില്ല, അങ്ങനെയല്ലാന്ന് പറയാ. കുട്ടിക്ക് സമയമായിട്ടില്ല എന്നുള്ളതാണ് സത്യം, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ധരിക്കാനും പാടില്ല. ഭഗവതിക്ക് ശക്തി ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് അല്ല നമുക്ക് വേണ്ടത്. നമുക്കതിനുള്ള സമയമായില്ല. നമുക്ക് ഭഗവതി തരും, എന്താണോ കാര്യം സാധിച്ചു തരും. പക്ഷേ നമുക്കതിന് സമയമാകുമ്പോൾ കാലമെത്തുമ്പോൾ കായ പഴുകും. കാലമെത്തണം എന്നാലേ കായ പഴുകും, അല്ലേ? അല്ലെ പിന്നെ ഇടിച്ചു പഴുപ്പിക്കാവും. അതൊട്ട് രണ്ട് വ്യത്യാസം ഉണ്ടാവും. മറ്റേ ഗുണമുണ്ടാവും, രുചി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കാത്തിരിക്കണം. അതിൻ്റെ കാലം എത്തിയാൽ അത് ഒക്കെ നടക്കും. ഇങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ നിലവിൽ വേണ്ടത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടോ? ഇവിടെ ദേവിക്ക് പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങൾ എല്ലാം എഴുതി തരും. ഒരാഴ്ച സമയം തരണം, ഇതിൻ്റെ എല്ലാം സിസ്റ്റം ആക്കി തരാം. അപ്പോൾ ഞാനത് എഴുതി തരുമ്പോൾ അതിൻ്റെ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് സ്ഥാപിക്കാം. 4 സ്ഥാപിക്കാം. അതേപോലെ തന്നെ വഴിപാട് ബോർഡുകളിൽ അർച്ചനയുടെ ഇവിടെ ദേവിക്ക് ചെയ്യാവുന്ന അർച്ചനകൾ അതെല്ലാം ഒരു പാർട്ടായിട്ടും നിവേദ്യങ്ങളെല്ലാം ഒരു പാർട്ടായിട്ടും പൂജകളെല്ലാം ഒരു ഇതായിട്ടും വേറിട്ട് എഴുതി തരാം. അത് ഒരു അതിനെത്ര ഇത് ചെലവാകുന്നു എന്നുള്ളതെല്ലാം നമ്മളൊന്ന് നോക്കിയിട്ട് അതിന് നിങ്ങൾ തുകയൊക്കെ നിങ്ങൾ നിശ്ചയിച്ചു ബാക്കിയുള്ള പൂജകളൊക്കെ എഴുതി തരാം. പിന്നെ സംശയം വസ്ത്രധാരണം അകത്ത് കയറുന്നത് സ്ത്രീകള് പണ്ട് പറയും മാശി കൊടുക്കലും കള്ളി കൊണ്ട് കൊടുക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നിയമം അതാണ്. നിയമപ്രകാരം പറയുകയാണെങ്കിൽ ക്ഷേത്ര സങ്കേതമാകുമ്പോൾ ഒരു പുരിയാലയ ആണ് അല്ലെങ്കിൽ ചെറിയൊരു സങ്കേതമാണെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുപോകലുണ്ട്. പക്ഷേ ഒരു ക്ഷേത്ര സങ്കേതമാകുമ്പോൾ അതല്ല. അതവിടെ ചില മര്യാദകൾ എന്നാണെന്ന് പറയുക. ആചാര മര്യാദകൾ നമ്മൾ പാലിക്കുക. സ്വതേ നമ്മൾ വീട്ടിലെടുക്കുന്ന ഡ്രസ്സൊന്നും നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാറില്ല. അത് അലക്കിയ ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രമേ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. അപ്പോൾ പൊതുവെ ഇപ്പോൾ സ്ത്രീകളാകുമ്പോൾ കാലോചിതമായ മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. പുരുഷന്മാർക്കും കാലോചിതമായ മാറ്റങ്ങൾ പണ്ടൊക്കെ കുറിച്ച് ഉയർന്നോടുകൂടിയിട്ടൊക്കെ ആ കാലഘട്ടമുണ്ട്. ഇപ്പോഴും ഞങ്ങളൊക്കെ അങ്ങനെയാണ് പോവുക. അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കുറിച്ച് ശുദ്ധമായിട്ട് വരും. വേറെ ആരും തൊടില്ല. പൂജ കഴിഞ്ഞാൽ ആരെയോടെങ്കിലും തൊടാം. പക്ഷെ പൂജ കഴിയണ വരെ പറ്റില്ല എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ട്. അത് വേറെ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റമാണ്. അല്ലെ പിന്നെ നമ്മൾ ഈശ്വരന് മുമ്പിൽ എന്തൊക്കെ വ്യത്യാസം അല്ലേ? നമ്മളെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ എന്തായാലും നമ്മളെ കാട്ടി കേവന്മാർ തന്നെയാണ് അല്ലേ? അപ്പോൾ അത് വളരെ മസ്റ്റായിട്ട് നമ്മൾ അനുഷ്ഠാനം കൊണ്ടു കിടക്കും. അതേപോലെ തന്നെ ഇവിടെ അതായത് നിങ്ങളുടേതായിരിക്കുന്ന ഈ ഭഗവതി, ഇപ്പം നമ്മുടേതായിരിക്കുന്ന ഈ ഭഗവതിയെ എത്രത്തോളം നമ്മൾ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഭക്തി കൊണ്ടും ഒക്കെ നമ്മൾ എത്രത്തോളം ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകും അത്രത്തോളം ഉയർച്ച ഉണ്ടാവും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കാതെ നമ്മൾ 10,000 പേർക്ക് കൊണ്ട് സദ്യ ഒരു കാര്യമില്ല എന്ന് എൻ്റെ പക്ഷം അല്ലേ? അപ്പോൾ നമ്മുടെ ദേവതയെ നമ്മുടെ ഭഗവതിയെ
കാക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും കൊടുത്താൽ വളരെ പ്രയോജനം. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ഈ ഭഗവതിയെ നോക്കാതെ വേറെ എവിടെ ചെന്നിരുന്നാലും ഒരു പ്രയോജനമില്ല. ഗുരുവായൂർ പോയി ഒരു വർഷം തപസ് ചെയ്തു, ഒറ്റക്കാലം തപസ് ചെയ്തു, ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവും. ഇവിടുത്തെ ഒരു 50 അമ്മമാർ നമ്മളെ അനുഗ്രഹിക്കുക, നമ്മുടെ പെറ്റമ്മ നമ്മൾക്ക് അനുഗ്രഹിക്കുന്നില്ലെങ്കിലോ അതെ എന്താ പ്രയോജനം? ഒരു കാര്യമില്ല. ഒരു 50 ലക്ഷം അമ്മമാർ നമ്മളെ അനുഗ്രഹിച്ചു, ന്യായം. പക്ഷേ നമ്മുടെ പെറ്റമ്മ ഒന്ന് മൂളിയാൽ മതി പോരെ, അല്ലെ ശാസനയുടെ സ്വത്തിൽ ഡാ എന്നൊന്ന് വിളിച്ചാൽ മതി, അല്ലെ ഡീ എന്നൊന്ന് വിളിച്ചാൽ മതി. അതിനകത്തൊരു സ്നേഹമുണ്ട്, അതിനകത്തൊരു കാരുണ്യമുണ്ട്, ഒരു കരുതലുണ്ട്, അല്ലേ? അപ്പൊ അതില്ലാണ്ട് അപ്പൊ ഭഗവതി നമ്മളെ ചീത്ത പറഞ്ഞാൽ തന്നെയും നമുക്ക് നമ്മളെ അങ്ങനെ തന്നെയാണ് കണക്കാക്കുക. ഒരമ്മ എങ്ങനെ മക്കളോട് പെരുമാറുന്നു, ഒരമ്മമാരും മക്കൾ മോശമാണ് എന്ന് പുറത്തൊന്നും പറയാറില്ല. മുമ്പ് അല്പം മോശമായിരുന്നു വിട്ടുള്ളൂ എന്നാൽ തന്നെ പറയുമോ, രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. എന്നിട്ട് ശാസന ചെയ്ത് മാറ്റാൻ നോക്കും. അതേമാതിരിയാണ് ചെറിയ ചെറിയ ചടികളൊക്കെ തന്നാലും നമുക്കത് പാഠമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം, തിരിച്ചറിവിനുള്ള ഉപാധിയായിട്ട് കണക്കാക്കണം. അതാണ് ചേച്ചി പറയുവാനുള്ളത്. തൊഴുന്ന കാര്യമാണ്. വിളക്ക് കത്തിക്കുന്നത് നിലവിൽ അതിനൊന്നും ഭഗവതി അപ്പൊ പറഞ്ഞതിന് ഇപ്പൊ നിലവിൽ എങ്ങനെയൊക്കെ വിളക്ക് കത്തിക്കണം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിൽ അതിർത്തി ഉണ്ടെന്നൊക്കെ അമ്മ പറയും, A to Z കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണല്ലോ 12 ഭാവം കൊണ്ട് ചിന്തിച്ചു. അതിനകത്ത് നിലവിലുള്ളതിൽ കുഴപ്പങ്ങളുള്ളതിന് മാത്രമേ നമ്മൾ പരിഹാരം ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആ റൂട്ടീൻ പോയാൽ മതി. ഇപ്പൊ നിലവിലുള്ളത് പോലെ തന്നെ അമ്മയ്ക്ക് ഇത് കഴിഞ്ഞ് 4ാമ സത്വങ്ങൾക്ക് അവർക്ക് അങ്ങനെ തന്നെ പറ്റും. അതൊന്നും മാറ്റങ്ങളൊന്നും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് നിവേദ്യം ഇവിടെ തിരുമേനി നിവേദ്യം ചെയ്യുന്ന സമയത്ത് നിവേദ്യം കഴിയാതെ അകത്തേക്ക് ആരും പ്രവേശിക്കാം. നിവേദ്യം കഴിയാം നിവേദ്യം കഴിയാതെ അപ്പുറത്തെ മുടി കയറാം, ഇപ്പുറത്തിനകത്തില്ല, അടുത്ത മുടി കയറാം, അപ്പുറത്തെ കാര്യമോ അതിനകത്ത് കയറത്തില്ല. ഇതിനകത്ത് പിന്നെ ദേവിക്ക് നിവേദ്യം വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ ഒരു കുറ്റം പറയട്ടെ, എനിക്കൊരു ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എല്ലാവരും വെള്ളം കുടിച്ചിട്ട് കുപ്പിയുടെ അത് ഇടാൻ പാടില്ല. കാരണം ഇതിനകത്തേക്ക് വരുന്ന എന്തൊരു കാര്യം ചിലപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ മുട്ടിച്ചൊക്കെ പിടിക്കും. നമുക്ക് പറയാൻ പറ്റുമോ കുട്ടികളോട്? അല്ലെ മറ്റുള്ളവരാണെങ്കിലും അങ്ങനെ പറയാൻ വയ്യ. അപ്പോൾ അതിൻ്റെ ഒരു തുള്ളി തുപ്പലോ എച്ചിലോ പറ്റിലോ ഒന്നും നമുക്ക് ഈ ഒരു സങ്കേതത്തിനകത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് നിവേദ്യമാണെങ്കിൽ ശരി, അപ്പം നിവേദിച്ച് ഇവിടുന്ന് തരുമല്ലോ, നിവേദിച്ച് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ കൊണ്ടുപോയി ഡെസ്ക് ഇടുക. ഡെസ്ക് ഇട്ടിട്ട് ഇപ്പോൾ പാൽപ്പായസം വെച്ചാൽ ഈ ഗ്ലാസ്സിനകത്തോ എന്താ പാത്രമൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കാലും മുഖമൊക്കെ കഴുകി വായുവൊക്കെ കഴുകിയതിന് ശേഷം മാത്രമേ പാടുള്ളൂ. അതേപോലെ നിവേദിച്ച സാധനങ്ങൾ നിവേദിച്ച് ഇപ്പോൾ പാൽപ്പായസം പോലെ പായസം നേദിച്ചു, നമ്മളിപ്പോൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പോയി ഒരു സാധനത്തെ തുടരുക, കൈ കഴുകുക എന്നാ പറയുന്നത്. നമ്മുടെ ഇപ്പം കയ്യ് അത് നല്ല വൃത്തിയാണ്, നമ്മൾ ഓടിപ്പോയി ഒന്ന് കഴിക്കും. പൂജകളിൽ തന്നെ ഓരോ പൂജയ്ക്കും പ്രത്യേകം കൈ കഴുകിയാണ്, കൈ കഴുകിയേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പം മാല നമ്മൾ കടയിൽ നിന്ന് മാല മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അങ്ങ് ചാർത്താൻ പാടില്ല അല്ലേ? ഒന്ന് വെള്ളത്തിൽ മുക്കി ശുദ്ധിയാക്കിയിട്ടേ നമ്മൾ ചാർത്താൻ പാടുള്ളൂ. പൂവ് നമ്മൾ പറിച്ചുകൊണ്ട് വന്നു അല്ലെ നമ്മൾ മേടിച്ചു, ഒന്ന് എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് നമ്മൾ കഴുകി ശുദ്ധിയാക്കിയിട്ട് എടുത്ത് വെക്കാറുള്ളൂ. എന്തിനും ശുദ്ധിപ്രകരണം ആവശ്യമാണ്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നിവേദ്യം കഴിഞ്ഞ വിഷയങ്ങൾ എല്ലാവർക്കും പായസമൊക്കെ ആണെങ്കിൽ എല്ലാം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ ഇത് കഴിച്ചിട്ട് അങ്ങനെ ഷുഗർ കൂടും, അതൊന്നും പേടിക്കണ്ട. പക്ഷേ ഒരു കാര്യം കേട്ടോ, നിയന്ത്രണം ഉണ്ടാവണം, അതും കൂടി ഉണ്ട്. രണ്ടും പറയും. അപ്പോൾ പായസമാണെന്നൊക്കെ വിചാരിച്ചിട്ട് തിരുമേനി പറഞ്ഞതല്ലേ ഷുഗർ കൂടുതലോ എന്നെ വിളിക്കരുത് കേട്ടോ. ഷുഗർ 350 450 എന്ന് പറഞ്ഞിട്ട് നിയന്ത്രണം ഉണ്ടാവും. ഒരു സ്പൂണെങ്കിലും 1/2 സ്പൂണെങ്കിലും
പ്രസാദമായിട്ട് കഴിക്കണം. എന്നിട്ട് പണ്ടൊക്കെ പായസമൊക്കെ എന്താ അടിയാ, കൊലപാതകം വരെ നടക്കുന്നത്. ഇനിയിപ്പോ ഈ ഷുഗർ ഇപ്പൊ എല്ലാം പുതിയ സാധനങ്ങളല്ലേ. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ദോശ ഇല്ല അങ്ങനത്തെ സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ ചില ഏരിയയിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ പല ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഈ കേരളത്തിലേ ഉള്ളൂ ഇത്രയും നിഷ്ഠയായിട്ടുള്ളൊരു ആചാരങ്ങളും അല്ലേ. വെളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നിഷ്ഠയൊന്നുമില്ല. ശ്രീകോവിലിനകത്ത് വരെ കയറാം. അവിടെ പൂജയൊക്കെ കഴിഞ്ഞ് പോരുന്നതാണ്. നമുക്ക് ആ ഈശ്വരനോട് അത്രയും ഒരു ഉയർന്ന മാനസിക നിലയിലാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത് അല്ലേ. ആ ഒരു കാഴ്ചപ്പാടിലാണ്. അവിടെ വേറെ ഒന്നും ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെ മറ്റൊന്നും അവിടെ പറയുന്നില്ല. ഒന്നും അവിടെ വിഷയമേ അല്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഒന്ന് പറയുവാനുള്ളത്. ഞാനൊരു അഭിപ്രായം കൂടി പറയട്ടെ. ഇവിടെ ഒരു എന്താ വനിതാ സമിതിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കും നിങ്ങൾ. എന്നിട്ട് പിന്നെ നാരങ്ങ വിളക്ക്, ഐശ്വര്യ പൂജ ഇത്യാദി കാര്യങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും. പൗർണമിയുടെ അന്ന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. പൗർണമിയുടെ തലേ ദിവസം അരിയാഹാരം കഴിക്കാൻ പാടില്ല. ശുദ്ധവൃത്തിയായിട്ടുള്ള ആൾക്കാർ മാത്രമേ വ്രതം അനുഷ്ഠിക്കാൻ പാടുള്ളൂ. അന്നത്തെ ദിവസം പൗർണമിയുടെ അന്നത്തെ ദിവസം ആ വനിതാ സമിതിയോ അവരുടെ ഒരു നേതൃത്വത്തിൽ ഒരു പൂജ ഇവിടെ നടത്തുക. ഒരു പൂജയും ഒരു ഭജനയും ഐശ്വര്യ പൂജയും ഒക്കെ നടത്തുക. ഇപ്പൊ പറയും ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ തുടങ്ങി വെക്കുക. ബാക്കി തന്നെ ഒഴുകിയെത്തും. കാര്യം ഭഗവതി കൊണ്ടുവരും. ആരെയും വിളിച്ചുകൊണ്ട് വരണ്ട. അവിടെ ഭഗവതി കൊണ്ടുവരും ആളെ. നമ്മളെ ഒരു 10 പേരാണെങ്കിൽ 10 പേര് കൂടിയിട്ട് പിന്നെ അന്നത്തെ ദിവസം രാവിലെ പൂജയുടെ കാര്യങ്ങളെല്ലാം നടത്തുക. പതിവുള്ള പൂജ പോലെ തന്നെ നടത്തുക. അതിനുശേഷം രാവിലെയോ വൈകുന്നേരമാണ് പൗർണമി പൂജയുടെ അന്ന് പ്രാധാന്യം. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ഐശ്വര്യ പൂജ ചെയ്യുക. ഈ നടപ്പന്തലിരിക്കാം. ഇനി ആൾക്കാർ കൂടി വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് നീക്കി ഇത് പെർമനന്റ് പന്തലാണ്. ഇഷ്ടംപോലെ സ്ഥലമില്ലേ? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു 100-300 പേർക്ക് ആക്ഷേപമില്ലാണ് അല്ലേ. ഇത്രയും പേര് വന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇരുന്നിട്ട് ഒരാൾ നേതൃത്വം കൊടുത്ത് ഐശ്വര്യ പൂജ വിളക്ക് ഇവിടുന്ന് തിരുമേനി വിളക്ക് എത്തിച്ചു തരുമല്ലോ. ആ പ്രകാരം പൂവ്, വിളക്ക്, താലം, കർപ്പൂരം, ചന്ദനത്തിരി, എണ്ണ ഇതെല്ലാം തിരിയെല്ലാവരും കൊണ്ടുവന്ന് ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ദേവസ്വത്തിൽ നിന്ന് അത് കൊടുക്കുക. അതിന് എത്ര രൂപ ചിലവാകുന്നോ അത്രയും രൂപ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുക. ദേവസ്വം കൊടുക്കുക. അവിടെ ഇപ്പോൾ ഒരു 50 അമ്മമാർ വന്നു എന്ന് വെച്ചാൽ 50 പേർക്ക് നമ്മൾ കൊടുക്കുക. വലിയൊരു വിളക്കും വലിയ വിളക്ക്. ഇനി വലിയ വിളക്കാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ചുറ്റും വേണമെങ്കിൽ ഒരു 10 പേർക്ക് വേണം 10 പേർക്ക് ഇരിക്കാം. അങ്ങനെ ഒരു 50 പേരുണ്ടെങ്കിൽ 5 വിളക്ക് വെച്ചാൽ മതി. ഓരോരുത്തർക്കും വിളക്ക് വയ്ക്കണം നിർബന്ധവുമില്ല. ഏറ്റവും വലിയൊരു വിളക്കുണ്ട്. അത് മെയിൻ വിളക്കാണ്. പിന്നെ അതിൻ്റെ സ്വന്തമായിട്ടുള്ളത് അതേമാതിരിയുള്ള ഒരു 5-10 വിളക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നമുക്ക് പായയൊക്കെ ഇട്ട് അതെല്ലാം ഒരു കാര്യം ചെയ്യൂ. പൗർണമി സംഘം വിവരം കിടും. സ്ത്രീകളോടാണ് കേട്ടോ. ഇതിനകത്ത് ഈ സെക്ഷനെ കൂട്ടരുത്. അല്ല, പുറകിൽ നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അത് വേണം. ഇന്നത്തെ ഒരു പൗർണമി സംഘം നിങ്ങളൊരു ഭഗവതികളുടെ ഒരു 3-4 പേരിട്ടിട്ട് നറുക്ക് വിട്ട് ഏതാണോ നിങ്ങൾക്ക് ഭഗവതി പറയുന്നത് ആ പേരാക്കിയിട്ട് പൗർണമി സംഘം എന്ന് പേരിട്ടിട്ട് ഐശ്വര്യ പൂജയും കാര്യങ്ങളും തുടങ്ങും. നാരങ്ങ വിളക്കും ചൊവ്വയോ വെള്ളിയോ ഒക്കെ നാരങ്ങ വിളക്കും. അതിന് നട തുറക്കണം നിർബന്ധമൊന്നുമില്ല. വന്ന രാഹു കാലത്തിൻ്റെ സമയത്ത് വെള്ളിയാഴ്ച ആണെങ്കിൽ 10 മുതൽ 12 മണി വരെയുള്ള സമയമാണ് രാഹുകാലം. നാരങ്ങാവളൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കൂ. അതിൻ്റെ നാമമന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. പൗർണമി പൂജയ്ക്ക് നമുക്ക് ആദ്യം പ്രാർത്ഥനാദി ശ്ലോകങ്ങളിൽ ആദ്യം ഗുരുവന്ദനം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ലളിത സഹസ്രനാമം മസ്റ്റായിട്ട് ജപിക്കണം.
സഹസ്രനാമം ദേവി മഹാത്മ്യത്തിൻ്റെ 11ാം അധ്യായമോ അതൊക്കെ നമുക്ക് ജപിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് ദീപാരാധനയോടുകൂടി നമുക്കത് സമർപ്പിക്കാം. ഇപ്പോൾ 6:30ക്കാണ് ദീപാരാധനയെങ്കിൽ 6:30ക്ക് ദീപാരാധന, ഇവിടുത്തെ ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ തന്നെ അകത്ത് ദീപാരാധന, ആ രീതിയിലേക്ക് പിന്നെ ആകും. അപ്പോൾ അതിന് അന്ന് അവരുടെ വകയാണ്. അവരിൽ ഓരോരുത്തരും എല്ലാവരും കൂടെ പിരിവിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കണം. പിന്നെ നാരങ്ങാവിളക്കും അതേപോലെ തന്നെ. അതൊക്കെ വേണ്ടവണ്ണം എത്ര കണ്ട് ഭംഗിയാക്കാം, അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലാണത്. ഭംഗിയാവണമെന്ന് നാളെ ഞാൻ പറയണം കേട്ടോ, എനിക്കിടും തോന്നണം.